അങ്ങനെ ഡേ 1 ഓഫ് ബാങ്കോക്ക് നമ്മൾ എയർപോർട്ടൊക്കെ എത്തി. ഇതിലൂടെയൊക്കെ കുറേ നടന്ന് ഏതൊക്കെയോ മെട്രോയും പിടിച്ച് കഷ്ടപ്പെട്ട് ഓരോന്നെത്തി ഹോട്ടലിലെത്തി. എന്താ പറയണ്ടെന്ന് അറിയത്തില്ലേ? ഹോട്ടലിലെത്തി, ഫുഡ് കഴിച്ചു. 7-Eleven നിന്ന് എന്തൊക്കെയോ വാങ്ങി, എന്തൊക്കെയോ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നു. എങ്ങോട്ടാ പോകുന്നത്? മറ്റേ എന്തോ കറങ്ങുന്ന സംഭവമാണ്. ആകാശത്ത് കൊണ്ടേ കറക്കും, അത്രേ ഉള്ളൂ. അത് കാണിക്കാം പിന്നെ. ഒന്നെങ്കിൽ മാള് ഇല്ലേ മറ്റേ കറങ്ങുന്ന സംഭവം. ഓക്കെ, പ്ലാൻ വന്ന് എന്തൊക്കെയോ പണികറും ഊഞ്ഞാലാടാൻ ആകാശമുട്ടി. ഇവന്റെ ഫോക്കസ് മാത്രമേ കേട്ടോ. ഇപ്പൊ ഞാൻ മൈക്കോണൊക്കെ ഇതിലാണ് റെക്കോർഡ് ആവുന്നത്. അതിലായിരിക്കും ഇവിടെ ബ്ലൂടൂത്ത് നിന്ന് കാണിച്ച്. നമ്മൾ ബാങ്കോക്കിലെ വിന്റേജ് ബസ് കണ്ടിരിക്കുന്നു. മറ്റേ മഹാരാഷ്ട്രയിലൊക്കെ ഓടുന്ന പഴയ ബസ് വലിയ പക്കാ സാധനം. എന്തൊക്കെ നടന്നാലും ഫോട്ടോ എടുക്കൽ നിൽക്കാൻ പാടില്ല. ഞാനും ബണ്ണിയും കിട്ടിയ സ്ഥലമൊക്കെ നോക്കി ഫോട്ടോ എടുത്തോണ്ടേയിരുന്നു. ഏകദേശം ഒരു 30 GB അടുത്തോളം ഫോട്ടോ തന്നെ ആയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ റോഡൊക്കെ ആണെങ്കിലും ട്രാഫിക് റൂൾസ് ഒക്കെ ആണെങ്കിലും എന്ത് നീറ്റ് ആൻഡ് പക്കയാണ്. നല്ല രസമുണ്ട് കാണാൻ. വെറുതെ ഇങ്ങനെ സിറ്റിയൊക്കെ കണ്ടിരിക്കാനെങ്കിലും ബോർഡൊന്നും അടിക്കില്ല കേട്ടോ. ഒറ്റ കാര്യം മനസ്സിലായി, ബാങ്കോക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ട് വരിക. ഇല്ല ഞങ്ങളെപ്പോലെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റർ നടത്തണം. എത്ര കിലോമീറ്റർ നടത്തണം? എത്രയോ കിലോമീറ്റർ നടന്നു. കൊച്ചു എത്ര കിലോമീറ്റർ ആയി? ഏകദേശം ഒരു 3, മിനിമം 3 നടന്നിട്ടുണ്ട് എന്തായാലും. പറയൂ, എന്താണ് അഭിപ്രായം 3-4 കിലോമീറ്റർ നടന്നിട്ട്? ഇത് നല്ല വേർത്തൊലിഞ്ഞിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് സൂര്യകാരോട്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് എക്സാക്ട്ലി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന സ്ഥലം തന്നെയാണ്. സോ ചെറുതായിട്ട് അങ്ങനെ പകുതി കൂടുതൽ ദിവസവും ഗൂഗിൾ മാപ്പ് തപ്പി നമ്മൾ ഒരു സ്ഥലവകയായി എത്തിപ്പെട്ട് മെട്രോ ഒക്കെ കയറി പിടിച്ച് ഇവിടെ വന്ന് ഈ സൺസെറ്റും കണ്ട് നേരെ ഫെറി കയറാൻ തീരുമാനിച്ചു. ഒറ്റ പോക്ക്. അതിന് പോകാൻ പിന്നെ കുറേ സമയം എടുക്കും, അത് വേറെ. എന്തൊക്കെ പറഞ്ഞാലും യമഹേൻ്റെ എഞ്ചിനൊക്കെ വെച്ച, യമഹോ ഏതോ ഒരു എഞ്ചിൻ, കിടില എഞ്ചിനൊക്കെ വെച്ച ഒരു ബോട്ടും കണ്ട് ഇതുപോലെ കിടിലൊരു സൺസെറ്റൊക്കെ കണ്ടു പോകാൻ സെറ്റാട്ടോ ഇവിടെ. ഈ സൺസെറ്റൊക്കെ വേറെ എവിടെ കിട്ടും? ഇത് രസം നോക്കൂ. നമ്മുടെ ഒരു സീന വേണം. സൂര്യ എങ്ങോട്ടോക്ക് എന്താ നിങ്ങൾക്ക് പറയാനില്ല? പറ. ഒന്നില്ല, സൺസെറ്റ് ഇതാ, അത്രേ ഉള്ളൂ. ഓക്കെ, അതിനോട് തന്നെയല്ലേ ബാക്കി കൂടെ ബോട്ടിൽ കൂടെ. അവിടെ 3.5 കിലോമീറ്ററാ. ഇവിടുന്ന് 6 കിലോമീറ്റർ, ബോട്ടിന് പിന്നെ 160 മീറ്റർ ഇങ്ങനെ പോകുന്നുണ്ടോ? അതിന് വലിയ ക്യൂ വേണ്ടൊന്നും കൂടിയല്ലോ. സൂര്യ, ഇത് ചെയിനൊക്കെ ഇത്രേ ഉള്ളൂ. പേടിയാ. ഇത് കുറച്ച് പേടിയുണ്ട് കേട്ടോ. ശരിയാ, തിരിച്ചു പിടിച്ചോ. കിട്ടൂല. ഇതിനെ തിരിച്ചു പിടിച്ചേ.
ഹലോ. ഓ എടാ സീൻ വ്യൂ ആണ്, നീ പുറത്തേക്ക് നോക്കട്ടോ. ആ ഇപ്പൊ സെറ്റ്. നിന്നെ പിടിച്ചോ, ഫേസിലേക്ക് പിടിച്ചോ രണ്ടുപേരെ. എടാ ഉൾട്ട പിടി. എടാ സ്പീഡ് കൂടുക. സാധനം കൊള്ളാം, പക്ഷേ 1000 രൂപയ്ക്ക് വರ್ತല്ല. നമ്മള് ഒരു ദിവസം പണിയെടുത്തത് 1 മിനിറ്റ് തീർക്കാം. പക്ഷെ പൈസ എടാ നമ്മൾ ഇവിടെ വരെ വന്നിട്ടില്ല. ഞാനത് വലിയ ഇവിടെ എന്തുകൊണ്ട് നടന്നു വന്നിരിക്കാം. ഇവിടെ ബാങ്കോട്ട് മറ്റേ ഇതുപോലെ ഉണ്ടല്ലോ, സ്ട്രീറ്റ് പോലെ. എന്തിൻ്റെ കുഴപ്പം പറയൂ. ഈ സാധനം കണ്ടോ, എത്ര വിലയാണെന്ന് അറിയില്ല, പക്ഷേ നല്ല കത്തിയെന്നറിയാം, അതുകൊണ്ട് കയറുന്നില്ല, കാശില്ല. ദിസ് ഈസ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്, സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോ? നിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ട്രൈങ് ടു ബി എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്. നീ ആ റൈഡിന് എത്രയാ മുടക്കിയ? യു നോ 320 baht. 320 baht. 320 കൊണ്ടേ അടിക്കുന്നില്ല, അതാണ് കുഴപ്പം. Yeah. But then we can talk about Thailand car cultures. So look at the cars. Look at this one also okay. Okay. Ada. Sedikit lower kecil. Ini. ആരും ഒഴിഞ്ഞില്ല. ലോവൻ. അതൊരു ഫോർച്യൂണർ എന്നാ ഇതാക്കി നോക്ക്. അയ്യോ അത് എവിടെയോ പോയി. അത് പോട്ടെ. ഇതാണോ ഗ്രാഫ്? Yes. I can't see. Yes. അപ്പോൾ 7-Eleven കയറി നമ്മൾ കുറേ റീലൊക്കെ കണ്ടിട്ട് കസ്റ്റമൈസ്ഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോയി. പക്ഷെ അവിടെ ചെന്നിട്ട് ഏതെടുക്കണം, എങ്ങനെ എടുക്കണം, പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, നമുക്ക് തായ് അറിയത്തില്ല. അപ്പോൾ എന്താ വെച്ചാൽ അവരോട് തന്നെ എന്ന് വെച്ചു ഉണ്ടാക്കി തരുമോ, ഈ സാധനം ഫോട്ടോ കാണിച്ചു തന്നു. അങ്ങനെ കിട്ടിയ സാധനമാണ് ഇതും സാധനം അത്യാവശ്യം രസമുണ്ട്, വലിയ പ്രൈസ് ഒന്നുമില്ല, രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ട്. മാളെന്നും പറഞ്ഞാണ് വന്നത്, പക്ഷെ ഇവിടെ ഫുള്ളൊരു സിറ്റി തന്നെ ഉണ്ട്, മാർക്കറ്റ്. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ, എന്താ തീം എന്താ, ചൈനീസ് ആണോ എന്തോ, ഭയങ്കര ലക്ഷൂറിയസ്. നമ്മൾ എൻട്രൻസിൽ കയറി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നാണ് ഇവിടം വരെ എത്തിയത് തന്നെ. ഇതാണെങ്കിൽ നല്ല ലക്ഷൂറിയസ് സ്ഥലം. അപ്പോൾ ഇതാണ് മറ്റേ ഇത് മാളിനകത്ത് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയോ ഉണ്ട്, ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് ഇതെന്ത്, ഒരു നാട്ടിലുള്ള മാർക്കറ്റ് മൊത്തം ഒരു മാളിനകത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഉണ്ട്. ഐക്കോൺസിയം. ഏതൊരു കാർ എന്തൂസിയാസ്റ്റിൻ്റെയും ഡ്രീം സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലാത്ത സാധനം, ഇനീഷ്യൽ ഡീൻ്റെയൊക്കെ സാധനം തൊട്ട് എല്ലാം, ഹോട്ട് വീൽസിൻ്റെ റെയറസ്റ്റ് തൊട്ട് കോമൺ ടു കോമൺ വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. കംപ്ലീറ്റ് ഓഡി സെറ്റ്.
ഇവിടെ എന്നാലും കുഴപ്പമില്ല ചേട്ടാ. ഈ താഴെ കാണുന്ന ബോട്ടിലും ഷിപ്പിലൊക്കെയാണ് നൈറ്റ് മറ്റേ ക്രൂസ് പാർട്ടിയൊക്കെ നടക്കുക. നല്ല ഡിന്നറൊക്കെയാണെന്ന് കേട്ടത്, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടില്ല, അതാണ് സത്യം. സോ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഒരു ഡേ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഐക്കോൺ ചെയ്യാൻ കണ്ട് നേരെ സുഖുംബീച്ചിലേക്ക് പോയി ഞങ്ങൾ. ഒരു കാര്യമോ പറയൂ, നൈറ്റ് എന്താ പരിപാടി? നൈറ്റ് താങ്കളുടെ പരിപാടി പറഞ്ഞാൽ മണ്ണിക്കാരി പ്ലക്കൽ എന്ന് പറയുന്നു. അതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നല്ലൊരു അഭിപ്രായം. ഒരാൾ ട്രൈ ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ഒരു റിവ്യൂ കിട്ടുമായിരുന്നു. സൂര്യഭായി അങ്ങനെ പറയുന്നു. മണ്ണിക്കാരുടെ അഭിപ്രായം എന്താണ്? നമ്മൾ ഫ്രഷ് എടുത്തോളാം. ഓക്കെ, നിങ്ങൾ എങ്ങനെ അറിയും ഫ്രഷ് ആണെന്ന്? അല്ലൊന്ന് നമുക്ക് അറ്റ് എ ടൈം ദാറ്റ് ടൈം നമ്മുടെ നാട്ടിൽ വണ്ടി ബുക്ക് ചെയ്താൽ വല്ല ഡിസയറോ വാഗണറോ ഒക്കെ വരും. പക്ഷെ ഇവിടെ ബുക്ക് ചെയ്താൽ നല്ല അത്യാവശ്യം ബ്രാൻഡൊന്നും അറിയില്ല ചില കാറിൻ്റെ ഒന്നും, ബട്ട് ഒരു അത്യാവശ്യം കംഫർട്ടുള്ള കാറുകളാണ്. പ്രീമിയം കാറുകളാണ്. എന്തൊക്കെയാണ് ഡേ പറ, കാർ എക്സ്പേർട്ടായ നമ്മുടെ. വളരെ വൃത്തിയുള്ള വണ്ടികൾ, ഇന്റീരിയർ നല്ല പെർഫ്യൂമുകൾ. ഈ വണ്ടി ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എയോ ബ്രാൻഡാണ്, നമ്മുടെ ഇന്ത്യയിലില്ലാത്ത ബ്രാൻഡാണ്. അറിയില്ല. മാർക്ക് 4 5 സോറി മിസ് ആയിരിക്കുന്നു. ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഉണ്ടാവണ്ടേ? അതെ, അല്ലാണ്ട് MT വരുന്നല്ലേ. അതെ. അങ്ങനെ ഫസ്റ്റ് ഡേ ബാങ്കോക്കിൽ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് അങ്ങ് പോയി.